ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ നല്ലോണം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ദിയന്റെ ഡെലിവറി വ്ളോഗിലെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിട്ടോ. കാരണം അത്രയും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റിൽ സിബ്ലിങ്സും അമ്മയും അച്ഛനും ഹസ്ബൻഡും എല്ലാവരും നിന്നിട്ട് ആ ഒരു ന്യൂ ബോണിനെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത്, ക്ലാപ്പ് അടിച്ച് സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ നല്ല എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അവിടെ ദിയ പിന്നെ ശരീരം കൊണ്ട് ദിയാണ് പ്രസവിക്കുന്നതിൻ്റെ കൂടിയിട്ട് മനസ്സുകൊണ്ട് മറ്റുള്ളവർ എല്ലാവരും ഏറ്റെടുക്കുന്നത് അത്രയും സപ്പോർട്ടിലായിരിക്കും. അത് പക്ഷേ നമ്മുടെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ റൂമിൽ കയറാൻ ഒരു ചാൻസ് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും എല്ലാവരും നിന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ വെച്ചാൽ അവിടെ ഒരു പിന്നെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ നല്ല പെരുമാറ്റം. കാരണം സിസ്റ്റർമാർ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഓർമ്മ ഇതിൻ്റെ ഡെലിവറിയാണ്. എൻ്റെ മൂന്നാമത്തെ ഡെലിവറി ആണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി ആയിരുന്നു. ഞാൻ കുറേ മെന്റൽ ട്രോമ ഒക്കെ അനുഭവിച്ചു. ആ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറേ മെന്റൽ ട്രോമയിലൂടെ പോയ ഒരാളാണ്. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഡോക്ടർ പറഞ്ഞ ആ ഒരു ഡേറ്റിന് അവിടെ അഡ്മിറ്റ് ആയിട്ട് 11 വർഷം മുന്നാണ് കോഴിക്കോടുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അതിൻ്റെ സെക്കൻഡ് ഡെലിവറി അവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, മൂന്നാമത്തതും അവിടെ തന്നെ ആക്കാം. പിന്നെ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഏത് രാത്രി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അവിടെ എത്തും. ഇപ്പോൾ പക്ഷേ ഡോക്ടറില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു പിന്നെ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഞാൻ ആ ഡേറ്റിന് പോയി അവിടെ അഡ്മിറ്റ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ആഴ്ചയിൽ നമുക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ളത് വെക്കാതാണ്. അങ്ങനെ 3 ദിവസം പെയിൻ വരും ഞാൻ ലേബറിൽ രാവിലെ മുടിയൊക്കെ പിന്നിട്ട് പോകും. പക്ഷേ പെയിൻ വരുന്നുണ്ടായിരുന്നില്ല. രാത്രി തിരിച്ചു വരും. അങ്ങനെ പിന്നെ 3-ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് പിന്നെ കുറച്ച് നേരം കൂടി നോക്കി നോക്കാം, അതിന് പെയിൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് CS ചെയ്യാമെന്നാണ്. അങ്ങനെ ഞാൻ ഒരു 2-3 മണിക്കൂർ ആയപ്പോഴേക്കും എനിക്ക് പെയിൻ ഇങ്ങനെ വന്നു പോയി ഇരിക്കാൻ തുടങ്ങിട്ടോ. അപ്പോൾ ഞാൻ അതുവരെ ഞാൻ സിസ്റ്റർ നടക്കില്ല. പിന്നെ ബാക്കി സിസ്റ്റേഴ്സിനൊക്കെ നല്ല പരിചയം. എന്ന് വെച്ചാൽ രാവിലെ പോയിട്ട് രാത്രിയാണ് ലേബറിൽ വരാം. അപ്പോൾ ഞാൻ ചോദിക്കും പ്രസവിച്ച് പോകേണ്ട ദിശ പ്രസവിച്ച് പോകേണ്ടത് ഞാൻ പോകണമെന്ന് പറയും. അങ്ങനെ ആ ടൈമിലൊക്കെ ആയപ്പോഴേക്ക് പിന്നെ സിസ്റ്റർ ഇങ്ങനെ വന്ന് നോക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല പെയിൻ വരാൻ തുടങ്ങി. കാരണം രണ്ടാണ് നമ്മൾ പ്രസവിച്ചതല്ല, നമുക്ക് അറിയാനായിട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ സിസ്റ്ററോട് എനിക്ക് പെയിൻ വരുന്നുണ്ട്, ഡോക്ടറെ വിളിച്ച് തുടങ്ങി. അപ്പോൾ അത് നാട്ടി ചെയ്യുന്നത് പിന്നെ നല്ല പെയിനാണ്. നല്ല എന്താ പറയുക, ആ ഒരു പെയിൻ ശരിക്കും ഡെലിവറി നടക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ നടന്നില്ല ഡെലിവറി. അതിനെ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്നും സിസ്റ്ററിനെ വൈകിയില്ല. അപ്പോൾ ഞാൻ ആ സെക്കൻഡ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായി. കാരണം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, കാരണം ആ സിസ്റ്ററെ ഹാൻഡിൽ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ സ്ഥിതി എന്തായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പോഴേ സ്വഭാവമായിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പേര് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അധികം ആൾക്കാരും സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല സ്വഭാവമായിരിക്കും. പിന്നെയാണ് അവർ കുറേ അനുഭവങ്ങളെല്ലാം കൊണ്ടാണ് അവർ എന്താ പറയുക കുറച്ച് ഹാർഡായിട്ട് പെരുമാറുന്നത്. പക്ഷേ ഇതാകെ ഒരു പിന്നെ 23-24 വയസ്സുള്ള കുട്ടിയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ചോദിക്കും ഡോക്ടറെ വിളിക്കും. അങ്ങനെ പിന്നെ ഡോക്ടർ പോകാനൊക്കെ പിന്നെ ഡോക്ടർ പേഷ്യൻസിനെ കാണാൻ വെച്ചിട്ടുണ്ട്. ഞാൻ റൂമിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കുറേ നേരം പെയിൻ വരുന്നുണ്ട്. ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ വിളിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ഡോക്ടർ പറഞ്ഞു പെയിൻ വന്നിട്ട് വിളിക്കാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ കുറേ നേരം സിസ്റ്ററോട് പറയുന്നത്, സിസ്റ്റർ പറയുന്നത് ഡോക്ടർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ അറിയാമെന്നാണ് സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നോട്ടം നോക്കിട്ടോ ബാക്കി ഞാൻ കൊടുത്തോളാം എന്നുള്ളതിൽ അങ്ങനെ പിന്നെ ആ ഒരു സെക്കൻഡ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഡേറ്റ് കൂടുതലാണ്, എന്തായാലും ഡെലിവറി നടക്കില്ല, അപ്പോൾ നമുക്ക് CS ചെയ്യാന്നുള്ളത്. ആ ഒരു 10-15 മിനിറ്റിനുള്ളിലാണ് CS എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഞാൻ അവിടെ ഒന്ന് എന്താ പറയുക എനിക്ക് തലക്ക് കാണിക്കും. കാരണം ഞാൻ ആലോചിക്കുന്നത് ഞാൻ 3 ദിവസം ലേബറിൽ കിടന്ന് ഇത്രയും പെയിൻ സഹിച്ചിട്ട് പിന്നെ CS ചെയ്യാനാണല്ലോ കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ അതല്ലാതെ പിന്നെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. അങ്ങനെ പിന്നെ എൻ്റെ CS കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യത്തിൽ ആ സിസ്റ്ററോട് ഭയങ്കര ദേഷ്യമായിട്ട് തോന്നിയത്. കാരണം വെച്ചാൽ നമുക്കിപ്പം എല്ലാവർക്കും സ്യൂട്ട് റൂം എടുത്ത് നിൽക്കാനായിട്ട് കഴിവൊന്നും ഉണ്ടാവില്ല. അന്ന് സ്യൂട്ട് റൂം ഇവിടെ കേരളത്തിലൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ നമ്മളെ പാരൻസിലെ ആ ഒരു ലെവലിൽ അപ്പോൾ ഈ ഒരു സിസ്റ്റർമാർ ഒന്ന് ചിരിക്കുക അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ടയം പറഞ്ഞ് തട്ടിയിട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ആശ്വാസമായിട്ട് നമുക്ക് എന്താ പറയുക ഡെലിവറി കുറച്ച് ആശ്വാസം തോന്നും.